ബഹുമാനരെ, പാലസ്തീൻ ഇസ്രായേൽ ചർച്ചകളുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ അവസാന എപ്പിസോഡിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ ഈ ചർച്ച ആരംഭിച്ച ഘട്ടത്തിലെ യുദ്ധകലുഷിതമായ അന്തരീക്ഷത്തിന് മാറ്റം വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇസ്രയേലും പാലസ്തീനും വെടിനിർത്തൽ എന്ന ഒരാശയത്തിലേക്ക് എത്തി എന്നുള്ള വാർത്തയാണ് ഒടുവിൽ കേൾക്കുന്നത്. വെടിനിർത്തൽ ഉറപ്പുവരുത്താൻ ഈജിപ്തിൽ നിന്ന് ഒരു നിരീക്ഷക സംഘം ഗാസ സ്ട്രിപ്പിലേക്ക് പോയിട്ടുണ്ട് എന്നും വാർത്തകൾ വരുന്നു. അന്തർദേശീയ രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദം, അതുപോലെ മനുഷ്യസ്നേഹികളും പൊതുസമൂഹത്തിൽ നിന്ന് അത്തരത്തിലുള്ള ആളുകളിൽ നിന്നൊക്കെ ഉയർന്നു വന്ന ആ വലിയ സമ്മർദ്ദം, അത് ഇരുകൂട്ടരെയും വെടിനിർത്താനും ഒരു യുദ്ധക്കെടുതിയിലേക്ക് സമൂഹത്തെ വലിച്ചിഴയ്ക്കുന്ന പ്രതിസന്ധി ഒഴിവാക്കാനും കാരണമായിട്ടുണ്ട്. അതിന് നമ്മളും സന്തോഷവാന്മാരാകേണ്ടതുണ്ട്. ഞാനീ ഘട്ടത്തിൽ ഒരു പഴയ കവിത, ഏവർക്കും പരിചിതമായ ഒരു കവിത, അതിലെ ചില വരികൾ ഒന്ന് ആലപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓർമ്മയിൽ നിന്ന് ഞാൻ പാടുന്നത് കൊണ്ട് അതിൻ്റെ ലിറിക്സ് അങ്ങനെ തന്നെയോ എന്നതിൽ ചില ആശങ്കയുണ്ട്. അത് നിങ്ങൾ ക്ഷമിക്കണം. കാരണം ഇവിടെ പ്രസക്തമാണ് കവി ONV കുറുപ്പിൻ്റെ ഭൂമിക്ക് ഒരു ചരമ ഗീതം എന്ന ആ കവിത. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. ഇതു നിന്റെ എൻ്റെയും ചരമശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ. മൃതിയുടെ കറുത്ത വിഷപുഷ്പം വിടർന്നതിൻ നിഴലിൽ നീ നാളെ മരവിക്കേ. ഉജിരറ്റ നിൻമുഖത്തശ്രുബിന്ദുക്കളാൽ ഉദകം പകർന്നു വിലപിക്കാൻ ഇവിടെ അവശേഷിക്കയില്ല ഞാനാകയാൽ ഇതു നിനക്കായി ഞാൻ കുറിച്ചിടുന്നു. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, നിനക്കാത്മശാന്തി. പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ, എണ്ണിയാൽ തീരാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു. പന്തിരുകുലം പെറ്റ പറയിക്കുമമ്മ നീ, എണ്ണിയാൽ തീരാത്ത തങ്ങളിലിണങ്ങാത്ത സന്തതികളെ നൊന്തു പെറ്റു. ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നത് കണ്ണാലെ കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരൊഴുക്കി നീ നിന്നു. പിന്നെ നിന്നെ തന്നെ അല്പാൽപമായി തിന്നവർ തിമിർക്കവേ ഏതും വിലക്കാതെ നിന്നു നീ സർവം സഹയായി, നിന്നു നീ സർവം സഹയായി. ഹരിതമൃത കഞ്ചുകം തെല്ലൊന്ന നീക്ക് നീ അരുളിയ മുലപ്പാൽ കുടിച്ചു കൊഴുത്തവർ കൊരുദാഹമുണ്ടായി ഒടുക്കത്ത ദാഹം തിരുഹൃദയ രക്തം കുടിക്കാൻ. ഇഷ്ടവധുവാം നിന്ന സൂര്യനണിയിച്ചൊര ചിത്രപട കഞ്ചുകം ചീന്തി. ഇഷ്ടവധുവാം നിന്ന സൂര്യനണിയിച്ചൊര ചിത്രപട കഞ്ചുകം ചീന്തി. നിന്നഗ്നമേനിയിൽ നഖം താഴ്ത്തി മുറിവുകളിൽ നിന്നുതിരുമുതിരം അവർ മോന്തി. ആടിത്തിമർക്കും തിമർപ്പുകളിൽ അങ്ങെങ്ങും ആർത്തലയ്ക്കുന്നു മൃതിതാളം, ആർത്തലയ്ക്കുന്നു മൃതിതാളം. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയത്ര പഴകി. അറിയാതെ ജനനിയെ പരിണയിച്ചൊരു യവന തരുണന്റെ കഥയത്ര പഴകി. പുതിയ കഥ എഴുതുന്ന വസുധയുടെ മക്കളിവർ വസുധയുടെ വസ്ത്രമൊരിയുന്നു.
വിപണികളിൽ അവ വിറ്റുമൊന്തുന്നു, വിടനഗര മഴുമുനകൾ കേളി തുടരുന്നു. കത്തുന്ന സൂര്യന്റെ കണ്ണുകളിൽ നിന്നഗ്നി വർഷിച്ചു രോഷമുണരുന്നു. ആടിമുകിൽ മാല കുടിനീരു തിരയുന്നു, ആ വണികൾ ഒരു കുഞ്ഞു പൂവ് തിരയുന്നു. ആതിരകൾ കുളിരു തിരയുന്നു, ആറുകൾ ഒഴുക്കു തിരയുന്നു. ബോധമാം നിറനില ഒരു തുള്ളിയെങ്കിലും ചേതനയിൽ ശേഷിക്കുവോളം നിന്നിൽ നിന്നുരുവായി നിന്നിൽ നിന്നുയരാർന്നൊരെന്നിൽ നിന്നോർമ്മകൾ മാത്രം. നിന്റെ തരുനിരകളുടെ തണലുകളിൽ മേഞ്ഞുപോയി എന്നുമൻ കാമമാം ദേനു. നിന്റെ കടലിന്മീതെ ഏതോ പ്രവാചകർ വന്നപ്പോൾ കാറ്റുകൾ നടന്നു, വന്നപ്പോൾ കാറ്റുകൾ നടന്നു. 1000 ഉണ്ണിക്കനികൾക്ക് തൊട്ടിലും താരാട്ടുമായി നീ ഉണർന്നിരിക്കുന്നതും, ആലിലത്തുമ്പത്തിരുന്നു തുള്ളുന്നതും, അഞ്ചിതപ്പൂക്കളായി കയ്യാട്ടി നിൽപ്പതും, അമ്പലപ്രാവായി നീ കുറുകുന്നതും, 1000 പുഴകളുടെ ഓളങ്ങളായി എൻ്റെ ആത്മകർഷങ്ങൾക്കു താളം പിടിപ്പതും, പൂവാകയായി പൂത്തിലഞ്ഞിയായി കൊന്നയായി പുത്തനാം വർണ്ണക്കുടകൾ മാറുന്നതും, സന്ധ്യയെടുത്തു നീ കാട്ടിൽ മറയുന്നതും, പിന്നെ ഉഷസ്സിനെ തോളിലെറ്റുന്നതും, എന്നെ ഉണർത്തുവാൻ എന്നെ അമൃതൊട്ടുവാൻ കദളീവന ഹൃദയ നീടത്തിലൊരു കിളിമുട്ട അടവച്ചു കവിതയായി നീ വിരിയിപ്പതും, ജലകണിക പോലവേ തരളമൻ വാഴ്വിനൊരു നളിനദലമായി നീ താങ്ങായി നിൽപ്പതും. അറിയുന്നു നീ എന്നിൽ നിറയുന്നു നീ, എൻ്റെ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം. അറിയുന്നു നീ എന്നിൽ നിറയുന്നു, നിന്റെ ഈ അമൃതമീ നിൻ സ്മൃതികൾ മാത്രം. ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി. ഇത് നിൻ്റെയും എൻ്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ ഇന്നേ കുറിച്ച ഗീതം. കവിയ് ഭൂമി അമ്മയാണ്. ഹൈന്ദവ സങ്കല്പമനുസരിച്ച് അമ്മയുടെ വിയോഗത്തിൽ പുത്രൻ ബലിയർപ്പണം ചെയ്ത് അന്ത്യകർമ്മങ്ങൾ നടത്തേണ്ടതുണ്ട്. ഭൂമിയുടെ പുത്രനായ തനിക്ക് ആ ഉദകം പകരാൻ, ബലിയർപ്പിക്കാൻ ഞാനിവിടെ ഉണ്ടാവില്ലല്ലോ, ആരും അവശേഷിക്കയില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് മുൻകൂറായി ഞാൻ ഈ ഉദകം പകരുകയാണ്, കവിതയിലൂടെ ബലിയർപ്പണം ചെയ്യുകയാണ്. സൂര്യനായിരുന്നു നിന്റെ കാന്തൻ. ആ നിനക്ക് ഹരിതാപ ഭംഗിയുള്ള ഒരു വസ്ത്രം സൂര്യൻ അണിയിച്ചിരുന്നു. ഇഷ്ടവധുവായ നിന്നെ സൂര്യൻ അണിയിച്ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി നിന്റെ നഗ്നമേനിയിൽ നഖം താഴ്ത്തിയ മക്കളാണ് ഞങ്ങൾ. പറയിപ്പറ്റ പന്തിരുകുലം എന്ന ഭാരതീയ ഐതിഹ്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ആ അമ്മയ്ക്കും നീയാണമ്മ. പക്ഷേ തങ്ങളിൽ ഇണങ്ങാത്ത, എണ്ണിയാലൊടുങ്ങാത്ത സന്തതികളായ ഞങ്ങളെ നൊന്തുപറ്റു. എന്നിട്ട് ഒരു പാലസ്തീനി ഇസ്രയേലിനെയോ ഇസ്രയേല്യൻ പാലസ്തീനിയോ കൊല്ലുമ്പോൾ സർവം സഹയായി നീ കണ്ടു നിന്നു. എന്തു ചെയ്യാൻ? ഒടുക്കം ഞങ്ങൾ ഹരിതാപ ഭംഗിയുള്ള നിന്റെ വസ്ത്രം മുഴുവൻ മാറ്റിക്കളഞ്ഞു. വിപണികളിൽ അവ വിറ്റു മോന്തി, വിടനഗര മഴുമുനകൾ കേളി തുടർന്നു. ഇത് കണ്ട് കത്തുന്ന സൂര്യൻ്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി വർഷിച്ച് രോഷമുണർന്നു. സൂര്യൻ നിനക്ക് തന്ന മേഘക്കുടയുണ്ട്, ഓസോൺ. ആ മണ്ഡലത്തിൽ വിള്ളൽ വീണിട്ട് കത്തുന്ന സൂര്യൻ്റെ കണ്ണുകളിൽ നിന്ന് അഗ്നി വർഷിച്ചു രോഷമുണരുന്നു. പരിണിതഫലമായി ആടിമുകിൽ കുടിനീരു തിരയുന്നു. കുടിനീരിന് മേഘം കുടിനീരു തിരയുന്ന സ്ഥിതി. ആതിരകൾ കുളിരു തിരയുന്നു. തണുപ്പില്ലാത്ത ആതിരമാസങ്ങൾ. ആറുകൾ ഒഴുകാനാവാതെ നിശ്ചലം നശിച്ചു പോകുന്നു. ആറുകൾ ഒഴുക്കു തിരയുന്നു. സർഗലക താളങ്ങൾ തെറ്റുന്നു. ജീവരഥ ചക്രങ്ങൾ ചാലിൽ ഉറയുന്നു. ബോധമാം നിറനിലാവ് ഒരു തുള്ളിയെങ്കിലും എൻ്റെ ബുദ്ധിമണ്ഡലത്തിൽ ചേതനയിൽ ശേഷിക്കുവോളം നിന്നിൽ നിന്നുരുവായി നിന്നിൽ നിന്നുയിരാർന്ന എന്നിൽ നിൻ്റെ ഓർമ്മ മാത്രം. കവിത ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എൻ്റെ ആലാപനം അത്ര തൃപ്തമാകില്ല എന്നെനിക്കറിയാം. എൻ്റെ ശ്രമം മാത്രമാണ്. ഞാൻ ONVയുടെയും കടമ്മ നിട്ടയുടെയും
ചുള്ളിക്കാടിൻ്റെയും അതുപോലെ മലയാളത്തിലെ മിക്ക കവികളുടെയും പഴയകാല കവിതകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അവയിലൂടെ സഞ്ചരിക്കാൻ ഒത്തിരി അവസരവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും അർത്ഥം ഉൾക്കൊണ്ട ഒരു മനോഹര കാവ്യമാണിത്. ഈ കാവ്യം സർവവും നശിച്ച്, ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെട്ട്, പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട്, സൗരമണ്ഡല പെരുവഴിയിലൂടെ ഭൂമി ചുറ്റുന്ന ഓർബിറ്റലിന്, സൂര്യനെ ചുറ്റുന്ന ആ ഓർബിറ്റലിന് കവി ഇട്ട പേരാണ് സൗരമണ്ഡല പെരുവഴി. പാതി ഒഴിഞ്ഞൊരു മനസ്സിൽ അതിതീവ്രമാം വേദനകളുടെ ജ്വാലയുമായി, അല്ലയോ മാതാവേ, നീ പെരുവഴിയിലൂടെ മാനഭംഗത്തിൻ്റെ മാറാപ്പും തോളിലെന്തി തലമുണ്ഡനം ചെയ്തവളായി ദുഃഖിതയായി സഞ്ചരിക്കുന്നു. അപ്രാപ്യമായ ലോകസമാധാനത്തിൻ്റെ വേദന പങ്കിടുന്ന ആ ബോധ്യങ്ങളെ ഉൾക്കൊണ്ട് രചിക്കുന്ന ഒരു കവിതയാണ് ഈ ഭൂമിക്കൊരു ചരണഗീതം. അക്കാലത്ത് കവിയെ വിമർശിച്ചുകൊണ്ട് ചില നിരൂപകർ പുറത്തു വന്നിരുന്നു. ഈ കവിത കാട്ടുന്ന അന്തസംഘർഷം, ഈ കവിത പ്രദാനം ചെയ്യുന്ന മാനസിക ദുഃഖം, നിരാശ, ഇത് ഒപ്റ്റിമിസ്റ്റിക്കല്ല, ശുഭാപ്തി വിശ്വാസത്തെ പ്രതിനിധാനം ചെയ്യുന്നില്ല എന്ന ഒരു വലിയ ആക്ഷേപം ആളുകൾ ഉന്നയിച്ചു. സ്വാത്വികനായ ONV മറ്റൊരു കവിതയിലൂടെയാണ് അതിന് മറുപടി പറഞ്ഞത്. അതും നമ്മൾ കേട്ടിട്ടുള്ളതാണ്, സൂര്യഗീതം. വാസ്തവത്തിൽ ഈ ഭൂമിക്കൊരു ചരമഗീതം എന്ന സ്വന്തം കവിതയ്ക്ക് കൊടുത്ത പ്രതീക്ഷയുടെ മറുപടിയാണ്, കവി തന്നെ കൊടുക്കുന്ന മറുപടിയാണ് സൂര്യഗീതം. സൂര്യഗീതത്തിൽ വല്ലാത്ത പ്രതീക്ഷകളുടെ പ്രചോദനം നമുക്ക് നൽകുന്ന വാക്കുകൾ കൊണ്ടത് സമ്പന്നമാണ്. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിൻ തപ്തദീപ്തമാം അക്ഷയ പാത്രത്തിൽ നിന്ന് ഉറുന്നൊഴുകുന്നൊരിത്തിരി ചുടുവാൽ വെളിച്ചം കുടിച്ചുവിടെ ഈ ചെറിയ വട്ടത്തിൽ, ഈ കൊച്ചു ഭൂമിയിൽ സൂര്യൻ്റെ ഉന്മത്ത നൃത്തം. അതിൽ കയീൻ ഹാബേൽ സംഘട്ടനം ഉണ്ട്. അടുത്ത വാക്കതാണ്. കയീനും ഹാബേലും തമ്മിൽ നടക്കുന്ന ആ പോരിൽ ഹാബേൽ ബലിയർപ്പണം ചെയ്യപ്പെടുന്നു കയീൻ്റെ മുമ്പിൽ, കയീൻ്റെ കയ്യാൽ. പക്ഷേ ഇത് മറ്റാരും കാണാനില്ല. വയലിൽ കയീൻ ഹാബേലിനെ കൊല്ലുമ്പോൾ അത് കണ്ട ഒരാൾ സൂര്യനാണ്. അപ്പോൾ സൂര്യൻ്റെ ഉള്ളിൽ ഒരു വിള്ളലുണ്ടെന്നാണ് ശാസ്ത്ര നിഗമനം. അതിൻ്റെ ആ കോറ് കറുത്തിരണ്ട ഭാവമാണത്. ആ കോറിന് വ്യാപ്തി കൈവരിച്ച് അനേകായിരം ഭൂമിയെ വിഴുങ്ങാൻ പാകത്തിന് ഒരു അഗാധ ഗർത്തമുണ്ടെന്നും ആ കുഴി വളരുന്നുവെന്നും സൂര്യൻ കറുത്തിരുണ്ടു പോകുമെന്നും സൂര്യൻ്റെ ഇന്ധനപ്പുര എരിഞ്ഞു തീരുമെന്നും ശാസ്ത്ര നിഗമനം. കവി പക്ഷേ അത് കണ്ടിട്ട് പറയാണ്, ആ കുഴി പോലും ഉണ്ടായത് കയീൻ ഹാബേലിനെ വധിച്ച ഘട്ടത്തിൽ ഈ രക്തമാതി കണ്ടത് സൂര്യനാണ്. സൂര്യനുണ്ടായ അഘാതം, സൂര്യൻ്റെ ഹൃദയത്തിനുണ്ടാക്കിയ സ്തംഭനം ഒരു മുറിവായി നിന്നിലുണ്ട്. ആ മുറിവ് നിനക്കുണ്ടെങ്കിലും നീ ഇത് അന്യർക്ക് വേണ്ടി എരിയുകയാണ്. അപ്പോൾ ആ കവിതയും ഞാനൊരു ലൈനൊന്ന് മൂളുന്നത് ഇക്കട്ടത്തിൽ പ്രസക്തമാണ്. കേൾക്കുക. മറ്റുള്ളവർക്കായി സ്വയം കത്തിയെരിയുന്ന സുസ്നേഹമൂർത്തിയാം സൂര്യ, വറ്റാത്ത നിറവാർന്ന നിന്തപ്തദീപ്തമാം അക്ഷയ പാത്രത്തിൽ നിന്നുറുന്നൊഴുകുന്നൊരുത്തിരി ചുടുവാൽ വെളിച്ചം കുടിച്ചിവിടെ ഈ ചെറിയ വട്ടത്തിൽ, ഈ കൊച്ചു ഭൂമിയിൽ ജീവന്റെ ഉന്മത്ത നൃത്തം, ജീവന്റെ ഉന്മത്ത നൃത്തം. കന്നിവയലുഴുതു ഞാൻ ആദ്യം വിതച്ച തിന, ഒന്നിനു 10 എനിക്ക് പകരം തന്ന മണ്ണിൽ ഞാൻ എൻ്റെ പൊന്നനുജന കേവലം കുഞ്ഞാടിനെ പോലെ കുരുതി ചെയ്ത നിനം കണ്ടു വിതയറ്റവേ ഹേ സകല സാക്ഷി. നിന്നെഞ്ചേറ്റ കിടിലമൊരു വിള്ളലായി അതു നിന്നിലിന്നുമുണ്ടെങ്കിലും നീ ഇന്നുമെരിയുന്നിതന്യർക്കു വേണ്ടി, നീ ഇന്നുമെരിയുന്നിതന്യർക്കു വേണ്ടി.
എങ്ങും വെളിച്ചം വെളിച്ചം വെളിച്ചമി മണ്ണിലാ വിണ്ണിലൻ കണ്ണിലൻ കാതിലൻ എൻ്റെ സ്വപ്നങ്ങളിൽ എന്നയൽ വീട്ടിലും പുന്നല്ലു കൊയ്തു മെതിക്കും തളങ്ങളിൽ അന്നപാത്രങ്ങൾ നിരത്തും തളങ്ങളിൽ വീരിൻ്റെ ദാഹം തുടിക്കുമിലകളിൽ എങ്ങും മനുഷ്യൻ്റെ ചെത്തവും ചൂരുമുണ്ടങ്ങെങ്ങുമെൻ്റെ പ്രാർത്ഥനയാകുന്ന വെള്ളപ്പിറാവിനെ ഞാൻ ഉയർത്തിയിടവേ നീ അതിലുയർക്കുന്നു സൂര്യ, നീ അതിലുയർക്കുന്നു സൂര്യ, നീ അതിലുയർക്കുന്നു സൂര്യ. ജ്ഞാനത്തിൻ്റെ ശാന്തിമന്ത്രം ഉരുവിട്ട് ഈ വെള്ളപ്പിറാവിനെ അയക്കുമ്പോൾ നീയാണതിൽ തുടികൊള്ളുന്നത്. നീയാണ് നിൻ്റെ ആ സൂര്യകിരണങ്ങളുടെ പ്രകാശമാണ് ഞങ്ങളെ ഉന്മാദ ചിത്തരാക്കി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചൊരു ശുഭവാർത്ത മധ്യപൂർവ്വദേശത്തു നിന്ന് രൂപപ്പെട്ടു വന്നതിൽ സന്തോഷിക്കണം. സത്യത്തിൽ കയീൻ ഹാബേലിനെ കൊല്ലുന്നത് പോലെ പരസ്പരം അവിടെ മരിച്ച ഏതൊരാളും, അത് പാലസ്തീനിയാകട്ടെ, അത് യഹൂദനാകട്ടെ, മലയാളിയാകട്ടെ, ഏതൊരാളെയും മരിച്ചവൻ മനുഷ്യനാണെന്ന് കാണാൻ ഉള്ള ബോധമാണ് സത്യത്തിൽ നമുക്ക് ആവശ്യമെന്ന് കവി പറയുന്നു. അതാണ് ഞാൻ ഈ എപ്പിസോഡിൽ ഇങ്ങനെയൊരു കാവ്യം ആ ചിന്ത പ്രകാശിപ്പിക്കേണ്ടതിന് പ്രേരകമായി തീർന്നിട്ടുള്ള ഘടകം. എൻ്റെ ബഹുമാന്യ സുഹൃത്തുക്കളിൽ, ഞാൻ ഇസ്രയേൽ പക്ഷത്തോ പലസ്തീൻ പക്ഷത്തോ എന്ന ചോദ്യം ഉദിക്കുന്നില്ല. കാരണം ഇവിടെ മരിച്ചവൻ്റെ, പ്രാണൻ നഷ്ടപ്പെട്ടവൻ്റെ, ജീവിക്കാൻ അവകാശമുള്ളവൻ്റെ പ്രാണൻ നഷ്ടപ്പെടുത്തുന്ന പ്രവണത ഏത് പക്ഷത്തു നിന്നുണ്ടായാലും തെറ്റാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇസ്രയേലിയ പക്ഷത്ത് ഞാൻ ന്യായം ദർശിക്കുന്നത് എന്ന് തോന്നും. അത് മതത്തിൻ്റെ കണ്ണുകളിലൂടെയല്ല. കാരണം എൻ്റെ വിശ്വാസ സംഹിത അനുസരിച്ച് ഇസ്രയേൽ എന്നറിയപ്പെടുന്ന രാഷ്ട്രത്തെ പിന്തുണച്ചിട്ടോ അവരുടെ നിലപാടുകൾ ശരിയെന്ന് പറഞ്ഞിട്ടോ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എൻ്റെ പല സുഹൃത്തുക്കളും മുസ്ലിം സുഹൃത്തുക്കളും ഉപദേശിച്ചിരുന്നു, യേശുവിനെ ക്രൂശിച്ച ഇവരോടാണോ നിങ്ങളുടെ സഖ്യം? യേശുവിനെ അല്ല, ആരെ ക്രൂശിച്ചാലും നമ്മെ ക്രൂശിച്ചാലും നമുക്ക് അവരോട് വൈരാഗ്യം വെച്ചിരിക്കാൻ കഴിയില്ല സാറേ. ഇനി തിരിച്ചും എത്രയോ ക്രൈസ്തവരെ ഇസ്ലാമിക സുഹൃത്തുക്കൾ കൊന്നുളഞ്ഞു, സാമുവൽ പാറ്റിയെ കൊന്നു, ശ്രീലങ്കയിൽ ക്രൈസ്തവ ദേവാലയത്തിൽ ആളുകളെ കൊന്നുമുട്ടിച്ചു. ഞങ്ങൾക്ക് വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കാനാവില്ല. ഒരു വസ്തുതയുടെ ന്യായമാണ് നമ്മളിവിടെ സൂചിപ്പിച്ചത്. പലസ്തീനികൾക്ക് ജീവിക്കാൻ അവകാശമുണ്ട്, തർക്കമില്ല കാര്യത്തിൽ. പക്ഷേ നിരക്ഷരരും നിഷ്കളങ്കരുമായ പലസ്തീനികളെ ചെറുപ്രായം മുതൽ യുദ്ധത്തിൻ്റെയും ആയുധം കൈകാര്യം ചെയ്യലിൻ്റെയും അന്യമത വിദ്വേഷത്തിൻ്റെയും മദ്രസ ക്ലാസ്സുകളിലൂടെ മനസ്സിനെ മലിനമാക്കിക്കൊണ്ട് അവരെ ഉപയോഗിച്ച് പെട്രോളോളം സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഹമാസ് പോലെയുള്ള തീവ്രവാദികൾ ഇവരെ കരുവാക്കിയിട്ട് അവരെ കൊലപ്പെടുത്താൻ മുമ്പോട്ടയക്കുന്നു. തീവ്രവാദികളുടെ നേതാക്കന്മാരുടെ പക്കൽ കോടിക്കണക്കിന് ഡോളർ എത്തുന്നു. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു ബലിയാടുകളായിട്ട് ഈ പാപം പാലസ്തീനികൾ മാറുന്നു. ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ട് ഇസ്രയേൽ തിരിച്ചടിക്കുന്നു. അതൊരു രാഷ്ട്രമാണ്. ആ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ്, അവർ ആദ്യം യുദ്ധം നിർത്തിയാൽ ആ രാഷ്ട്രം തന്നെ ഇല്ലാതാകും എന്നാണല്ലോ നമ്മൾ നെതന്യാഹുവിൻ്റെ വാക്കുകളിലൂടെ കേട്ടത്. അതേ വാക്ക് ആവർത്തിച്ചുകൊണ്ട് ഒരു പ്രമുഖനായ മുൻ MLA വോയിസ് ക്ലിപ്പ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അദ്ദേഹം അത് നിഷേധിച്ചിട്ടുണ്ട്. നിഷേധിച്ചിട്ട് കാര്യമില്ല, അദ്ദേഹത്തിൻ്റെ തന്നെ വാക്കുകളാണത്. അത് മറ്റൊരു സത്യം. അപ്പോൾ നമുക്കൊരു കാര്യം അറിയാം, ഇവിടെ പാലസ്തീൻ ഇസ്രയേൽ സംഘട്ടനം, നമ്മളതിൻ്റെ രാഷ്ട്രീയവും ചരിത്രവും വർത്തമാനകാല സാഹചര്യവും ഒക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ സംസാരിച്ചു. അനിവാര്യമെങ്കിൽ അതിന് അവസരം വരുന്ന ഘട്ടത്തിൽ നമുക്ക് ഇത് വീണ്ടും ഇതിൻ്റെ അനുബന്ധ ചർച്ചകളൊക്കെ ചെയ്യാം. പക്ഷേ യുദ്ധം ഏതാണ്ട് അവിടെ അവസാനിച്ച ഘട്ടത്തിൽ ഇതിൻ്റെ പ്രസക്തി ആ രൂപത്തിൽ ഏതാണ്ട് അത് പൂർത്തീകരണത്തിലേക്ക് വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഒരു കാര്യം കൂടി ഇങ്ങനെ ഉറപ്പിച്ച് ഞാൻ ബോധ്യപ്പെടുത്തട്ടെ. അനവധി ആണ്ടുകളുടെ, കുറഞ്ഞ പക്ഷം ഒരു 2-3 സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണത്. ഇതിൻ്റെ ചരിത്രം പല ആളുകളും ഇടയ്ക്കുന്നൊക്കെയാണ് തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് കാര്യമില്ല. അബ്രഹാമിലാണ് ആരംഭിക്കേണ്ടത് ഈ ചരിത്രം. അബ്രഹാമിൽ ആരംഭിച്ച് ഇന്നുവരെയുള്ള സംഭവ വികാസങ്ങളെ വിവരിക്കാനായിട്ട് സാധിക്കണം. അബ്രഹാമിൽ നിന്ന് വേണം ഈ ജനതയുടെ ചരിത്രം. ബൈബിൾ വീക്ഷണം അനുസരിച്ച് വർഷങ്ങൾക്കപ്പുറത്ത് അബ്രഹാം ഈ ഷാലോം എന്നറിയപ്പെടുന്ന സ്ഥലത്തെത്തി എന്നാണ്. അവിടെ എത്തുമ്പോൾ മൽക്കി സദേക്ക് എന്നു പേരായ ഒരു രാജാവിനെ പരിചയപ്പെട്ടെന്നും അദ്ദേഹം ഒരു ഭക്തനായിരുന്നെന്നും പുരോഹിതനായിരുന്നെന്നും അദ്ദേഹത്തിന് തനിക്ക് ലഭിച്ച
ഭൗതിക നന്മകളുടെ 10-1 നൽകിക്കൊണ്ട് അദ്ദേഹം പ്രാർത്ഥനാനിരതനായി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൈപ്പറ്റി മടങ്ങി എന്നുമൊക്കെയുള്ള വിശദീകരണം ബൈബിളിൽ കാണുന്നു. അബ്രഹാം നിലയുറപ്പിച്ച ഈ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 14 തലമുറകൾ കഴിയുമ്പോൾ അബ്രഹാമിൻ്റെ മക്കൾ യാത്ര തിരിച്ച് ബാബിലോൺ എന്ന ഇന്നത്തെ ഇറാഖ് എന്ന മെസപ്പൊട്ടേമിയയിൽ എത്തിച്ചേർന്നു. മെസപ്പൊട്ടേമിയയിലെ ഊരിൽ നിന്നാണ് അബ്രഹാം തുടങ്ങിയിട്ട് ഈ ഭൂപ്രദേശമായ യെറൂശലേം എന്ന് നമ്മൾ ഇന്ന് വിളിക്കുന്ന ഷാലോം എന്ന നഗരത്തിലെത്തി, അല്ലെങ്കിൽ ഇസ്രായേലിലെത്തി. ഈ രാജ്യത്ത് അവിടെ അധിവസിക്കാൻ അവകാശം സിദ്ധിച്ച അബ്രഹാം അവിടെ പാർത്തിരുന്നു. തലമുറകൾ കാലമേറെ കഴിഞ്ഞപ്പോൾ ഈ മെസപ്പൊട്ടേമിയയിലേക്ക് തിരിച്ചു വന്നു. ഊര് എന്ന നഗരമുണ്ട്, ചരിത്ര പ്രസിദ്ധമാണ്. നാനാർ എന്ന ചന്ദ്രദേവതയ്ക്ക് പ്രതിഷ്ഠിച്ച ആ നഗരം ബഹുദൈവ വിശ്വാസികളുടെ ഐഡൽ വർഷിപ്പ് അല്ലെങ്കിൽ കളിമണ്ണിൽ അതുപോലെ കല്ലിൽ ഒക്കെ തീർത്ത ശില്പങ്ങളെ പൂജിച്ചു പോരുന്ന ആളുകളുടെ നാട്. ചന്ദ്രദേവതയായ നാനാറിന് സമർപ്പിച്ച നഗരമായിരുന്നു ഊര്. ഈ നഗരത്തിൻ്റെ ചരിത്രം രസകരമാണ്. അവിടെ നിന്ന് യാത്ര തിരിച്ച അബ്രഹാം അനവധി പ്രതിസന്ധികളെ തരണം ചെയ്ത് ഷാലോമിൽ എത്തിച്ചേരുന്നു. ഊർ ഷാലോം എന്ന യെരുശലേമിൽ എത്തിച്ചേരുന്നു. യെരുശലേമിൽ നിന്ന് അബ്രഹാമിൻ്റെ 14 തലമുറയ്ക്ക് ശേഷമുള്ള ഒരു ജനത തിരികെ പോയേണ്ട സ്ഥിതി ഉണ്ടാകുന്നു. 14 തലമുറയ്ക്ക് ശേഷമുള്ള ഒരു ജനത ദാവീദിൻ്റെ ചരിത്രത്തിലേക്ക് എത്തുന്നു. ഒരു ചെറിയ ടങ് സ്ലിപ്പ് നമ്മുടെ പരാമർശത്തിലുണ്ടെന്ന് തോന്നുന്നു, തിരുത്തണം. അബ്രഹാമിൽ നിന്ന് ആരംഭിച്ച് ദാവീദിലെത്തുമ്പോൾ തലമുറ 14. ദാവീദിൽ നിന്ന് തലമുറ 14 സംവത്സരം കൂടി കഴിയുമ്പോൾ, അതായത് അബ്രഹാം ടു 28th ജനറേഷൻ, അവരാണ് തിരിച്ചു പോകുന്നത്. ഞാൻ അങ്ങനെ പറഞ്ഞതിൽ ആ ടങ് സ്ലിപ്പ് നിങ്ങൾ ക്ഷമിക്കണം, വ്യക്തമാക്കി തരാം. അബ്രഹാം ഊരിൽ നിന്ന് യാത്ര തിരിക്കുന്നു. അദ്ദേഹം മെസപ്പൊട്ടേമിയ എന്ന് ചരിത്രം പറയുന്ന യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികളുടെ ആ വിശാലമായ ഭൂമേഖല വിട്ട് യാത്ര തിരിച്ച് ഇന്നത്തെ ഇസ്രയേൽ എന്ന സ്ഥലത്ത് യെറൂശലേമിൽ എത്തിച്ചേരുന്നു. യെറൂശലേമിൽ നിന്ന് 14 തലമുറ കഴിയുമ്പോൾ തനിക്ക് ദാവീദ് എന്ന മകൻ ആ തലമുറയിലുണ്ടാകുന്നു. അബ്രഹാം, ഇസാക്ക്, യാക്കോബ്, യഹൂദ, പാരസ്, അങ്ങനെ ആ തലമുറ വരികയാണ്. ഹെസ്രോൻ, നഗശോൻ, അമ്മീനാദാബ്, ശൽമോൻ, ഈ ക്രമത്തിൽ വന്നിട്ട് ഇശായിൽ നിന്ന് ദാവീദ് ജനിക്കുന്നു. ദാവീദിൻ്റെ കാലത്തൊരു രാജ്യം അവർക്കുണ്ടാവുന്നു. ദാവീദ് രാജാവിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരക്കിടാവിൻ്റെ കാലമെത്തുമ്പോഴേക്ക് രാജ്യം തെക്കും വടക്കുമായി 2ആയി വിഭജിക്കപ്പെടുന്നു. തെക്കും വടക്കുമായി വിഭജിക്കപ്പെട്ട രാജ്യത്തിൻ്റെ വടക്കൻ മേഖല അസീറിയക്കാരും തെക്കൻ മേഖല ബാബിലോണ്യരും കൈയടക്കുന്നു. അങ്ങനെ വിഭജിത ഇസ്രയേൽ 2ആയി വിഭജിക്കപ്പെട്ടിട്ട് 70 ആണ്ടുകൾക്ക് ശേഷം വീണ്ടും അവർ മടങ്ങി വരുന്നു. നെബൂഖദ്നേസർ അവരുടെ ദേവാലയം തകർക്കുന്നു. തദനന്തരം സെരുബ്ബാബേൽ അത് പുനർനിർമ്മിക്കുന്നു. നെഹെമ്യാവിൻ്റെ കാലത്ത് ചുറ്റുമതിലുകൾ കെട്ടുന്നു. നഗരം വീണ്ടും മോടി പിടിപ്പിക്കുന്നു. കാലമേറെ കഴിഞ്ഞ് ഈ നഗരം ബാബിലോണിയരുടെ പക്കൽ നിന്ന് പേർഷ്യക്കാരുടെ ആധിപത്യത്തിന് കീഴിലേക്ക് എത്തുന്നു. മഹാനായ കൊരശിൻ്റെ കാലത്താണ്, ആ പേർഷ്യൻ സാമ്രാജ്യ കാലത്താണ് സെരുബ്ബാബേൽ ഇത് പുനർനിർമ്മിക്കുന്നത്. സെരുബ്ബാബേൽ നിർമ്മിച്ച ദേവാലയം കാലമേറെ കഴിഞ്ഞു. ഈ മേഖല മഹാനായ അലക്സാണ്ടറുടെ കാൽ കീഴിലെത്തുന്നു. അലക്സാണ്ടറുടെയും സാമ്രാജ്യം 4ആയി വിഭജിക്കപ്പെടുന്നു. അതിനുശേഷം ഈ നാട് തിരികെ എത്തുന്നത് ചരിത്രപ്രസിദ്ധമായ റോമൻ സാമ്രാജ്യത്തിലാണ്. അവരുടെ തുടക്കം ക്രിസ്തുവിന് 603 സംവത്സരം മുമ്പാണ്. ആ സാമ്രാജ്യം ഏതാണ്ട് 4 നൂറ്റാണ്ടുകൾ ഈ ഭൂപ്രദേശത്തെ കയ്യിൽ വെച്ചു. 4 നൂറ്റാണ്ടിലധികം കൈവശം വെച്ചു. ആ സ്ഥലത്താണ് ഹെരോദാവ് എന്ന നാട്ടുരാജാവ്, റോമൻ സാമ്രാജ്യത്തിൻ്റെ വിനീത വിധേയനായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹെരോദാക്കന്മാരിലെ ഒരു പ്രമുഖൻ ഈ ദേവാലയം പണിത് കുറേക്കൂടി മോടി പിടിപ്പിച്ചു കൊടുക്കുന്നു. ഈ ദേവാലയമാണ് AD 70 തകരുന്നത്. ആ ദേവാലയത്തിലേക്കാണ് കാലമേറെ കഴിഞ്ഞിട്ട് അറബികളുടെ ആധിപത്യം ഉണ്ടാകുന്നത്. ഖലീഫ ഉമറും മറ്റും ഇവിടേക്ക് വരുന്നത്. ഈ ദേവാലയം പിൽക്കാലഘട്ടത്തിൽ അനവധി നൂറ്റാണ്ടുകൾ മുസ്ലിം ആധിപത്യത്തിന് കീഴിലിരുന്നിരുന്നു. തദനന്തരം ഓട്ടോമൻ തുർക്കികളുടെ ആധിപത്യത്തിലേക്ക് വരുമ്പോഴാണ് യുദ്ധം വീണ്ടും ഉണ്ടാകുന്നത്. തിരികെ ഇസ്രയേൽ തങ്ങളുടെ രാജ്യത്തിലേക്ക് പലായനം ചെയ്യുന്ന സ്ഥിതി ഉണ്ടാകുന്നത്. അല്ലാതെ ഇവിടെ പലരും പറയും പോലെ ഈ രാജ്യം പാലസ്തീനികളുടെ സ്വന്തമെന്ന വാദം ചരിത്രപരമായി തെറ്റാണ്. അധിനിവേശത്തിനെതിരെയുള്ള മുറവിളി എന്ന രൂപത്തിൽ ഇവിടെ നടക്കുന്ന നിരീക്ഷണങ്ങൾക്കൊന്നും ചരിത്ര പിൻബലമില്ല എന്ന ഒരു സത്യം കൂടി മനസ്സിലാക്കണം. ചരിത്രമെടുത്താലും ന്യായാന്യായങ്ങളെ പരതിയാലും ഈ ഭൂപ്രദേശം
ഇസ്രയേൽ എന്ന രാഷ്ട്രത്തിന് അവകാശപ്പെട്ടതാണ്. അതുതന്നെയാണ് അതിൻ്റെ രാഷ്ട്രീയം. നിർഭാഗ്യവശാൽ പൊതുസമൂഹത്തിൻ്റെ കയ്യടിക്ക് വേണ്ടിയിട്ട് ഇടതുബോധമുള്ള ബുദ്ധിജീവികളും ചിന്തകന്മാരും വലതുപക്ഷത്തെ നിർജീവാവസ്ഥയിൽ നിന്നുകൊണ്ട് വസ്തുതകൾ വീക്ഷിക്കുന്ന കടുപ്പമുള്ള വലതുപക്ഷവാദികളും ഒക്കെ സത്യത്തിൽ ഇപ്പോൾ നിലകൊള്ളുന്ന മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ വോട്ട് ബാങ്കിനെയും അതുപോലെ മറ്റ് പല ഘടകങ്ങളെയും ആസ്പദമാക്കിക്കൊണ്ട് എടുക്കുന്ന തീരുമാനങ്ങൾ അവസരവാദപരമാണ്. നമുക്ക് ഈ പരമ്പര അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം നമുക്കിങ്ങനെ ഉറപ്പിക്കാം: നമ്മൾ യുദ്ധം ചെയ്യുന്നവരുടെ കൂടെയല്ല, വധിക്കപ്പെടുന്നവൻ്റെ കൂടെയാണ്. പക്ഷേ രാഷ്ട്രീയ കാരണങ്ങളാൽ ഒരു യുദ്ധമുണ്ടാകുമ്പോൾ അതിന് ന്യായാന്യായങ്ങളെ ദൂരെ നിന്ന് കാണുന്ന ഒരു നിരീക്ഷകൻ എന്ന നിലയിലാണ് നമ്മൾ വിലയിരുത്തേണ്ടത്. മുൻവിധിയില്ലാതെ കാര്യങ്ങൾ വിധിയിരുത്തുന്ന ഒരാൾക്ക് മനസ്സിലാകും ഇന്നത്തെ ഇസ്രയേൽ ഏറ്റവും മാന്യമായി പോകുന്ന ഒരു രാജ്യമാണ്. നമ്മുടെ ആയിരക്കണക്കിനായ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, മലയാളികൾ. ഇവരോടൊക്കെ നിങ്ങൾ ചോദിക്കണം. ഞാൻ ഈ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ സ്ഥലത്തെ മിക്ക ഇടങ്ങളും എനിക്ക് മനഃപ്പാടമാണ്. അവിടുത്തെ പല ഗ്രാമങ്ങൾ ഒക്കെ പോയി സന്ദർശിക്കാൻ, കാർഷിക ഇടങ്ങളൊക്കെ കാണാൻ എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. യഹൂദന്മാരായ സുഹൃത്തുക്കളും പാലസ്തീനികളായ സുഹൃത്തുക്കളും എനിക്കുണ്ട്. അവിടെയൊക്കെ അവർ നല്ല രീതിയിൽ പോയിരുന്ന ആളുകളാണ്. മന്ത്രിസഭയിലും നിയമസഭയിലുമൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അറബി വംശജരെ, മുസ്ലിങ്ങളെ ഒക്കെ ക്രൈസ്തവരെ ഉൾക്കൊണ്ടുപോകുന്ന ഒരു നാടാണത്. നിങ്ങൾക്കറിയണ്ടേ, സൗദി അറേബ്യയിൽ നിങ്ങൾക്കൊരു ബൈബിളും പിടിച്ചു പോകാമോ? നിങ്ങൾ ജയിലിലായി പോകും, നിങ്ങളുടെ പ്രാണൻ നഷ്ടപ്പെടും. ആ സ്ഥലത്താണ് ഈ യഹൂദമതത്തെ ഏറ്റവും അധികം വിമർശിക്കുന്ന പുതിയ നിയമം ഉൾക്കൊള്ളുന്ന ക്രൈസ്തവന് ആരാധനാലയമുള്ളത്. നിങ്ങൾക്കവിടെ നിന്ന് പറയാനോ പ്രചരിപ്പിക്കാനോ തടസ്സമില്ല എന്നോർക്കണം. അവിടെ നിരീശ്വരനെ ജീവിക്കാമെന്നോർക്കണം, ഒരു പ്രശ്നമില്ലാതെ. അവിടെ നിർബന്ധിച്ചെന്നല്ല, ഒരു വിധത്തിലും ആരെയും മതം മാറ്റുന്നില്ല. മതം മാറുന്നു എന്നോർത്ത് കലാപം ഉണ്ടാകുന്നില്ല. അപ്പോൾ ജനാധിപത്യത്തിൻ്റെ സ്വതന്ത്ര ബോധത്തെ ഇത്രയധികം അംഗീകരിക്കുന്ന ഒരു രാജ്യം, അവിടെ മാനുഷിക പരിഗണന ഉണ്ട്. പക്ഷേ അവരുടെ തോളിലിരുന്ന് ചെവി കടിച്ചു പറിക്കാൻ ശ്രമിച്ചാൽ ആരാണ് ക്ഷമിക്കുക? ഈ പ്രശ്നമാണ് ഇന്നവിടെ നടക്കുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ മാധ്യമങ്ങൾ അത് കാണുന്നില്ല. കാരണം യഹൂദനൊരു ചെറിയ സമൂഹമാണ്. ആ സമൂഹം ഒരു അന്തർദേശീയ പ്രാധാന്യമുള്ള മതമല്ല. അവർക്ക് മതം പരിവർത്തനം ചെയ്യിക്കണം എന്ന മിഷനറി താല്പര്യമില്ല. മിഷനറി മതമേ അല്ലത്. അവിടെ ഒരാൾ തങ്ങളുടെ മതത്തിൽ ചേർന്നാലും ചേർന്നില്ലെങ്കിലും അതവർ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്ത് അവർ പുരോഗതിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. എന്തായിരുന്നു ഈ ഭൂമിയുടെ അവസ്ഥ? ഇന്ന് മരുഭൂമിയായി കിടന്ന ആ സ്ഥലം പരിഷ്കരിച്ച് കാർഷിക വിഭവങ്ങൾ മിച്ചമുള്ള രാജ്യമായിട്ട് മാറി, പൂക്കൾ കൃഷി ചെയ്യുന്ന രാജ്യമായിട്ട് മാറി, ജലസമ്പത്തുള്ള രാജ്യമായി മാറി, ജലവിഭവങ്ങളുള്ള രാജ്യമായി മാറി, ഏറ്റവും നല്ല മത്സ്യം ലഭിക്കുന്ന രാജ്യമായി മാറി, പഴവർഗ്ഗങ്ങൾ ലഭിക്കുന്ന രാജ്യമായി മാറി. ഒരു തുള്ളി പെട്രോളോ ഒരു അത്തരത്തിൽ ഇന്ധനമില്ലാത്തൊരു രാജ്യം ആയുധരംഗത്ത് ഗവേഷണങ്ങൾ നടത്തി, ഭൗതിക ശാസ്ത്ര രംഗത്തൊക്കെ വലിയ മുന്നേറ്റമുണ്ടാക്കി. വൈദ്യുതി, ഈ മേഖലകളിലെല്ലാം അവർ കൈവരിച്ചത് ആശാവഹമായ നേട്ടമാണ്. ആ നേട്ടത്തിൻ്റെ ഓഹരിക്കാരാകാൻ അവിടെ ജനിച്ച ഏത് പൗരനെയും അവർക്ക് ആ സാവകാശങ്ങളും അംഗീകാരങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സൗമ്യ എന്നൊരു പെൺകുട്ടി മരിച്ചപ്പോൾ എത്ര ആദരവോടെയാണ് ആ ശവ സംസ്കാരത്തിന് വേണ്ടി അവർ തുനിഞ്ഞത്. അവരുടെ പ്രസിഡന്റ് വിളിച്ചാണ് ഇവിടുത്തെ കാര്യങ്ങൾ അന്വേഷിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. ഇതുപോലൊരു രാജ്യമുണ്ടോ? നിങ്ങൾക്കൊരു നീതി, ചെല്ലുന്നവനൊരു നീതി ഏതെങ്കിലും അറബി രാജ്യങ്ങളിൽ സ്ഥാപിച്ചു കിട്ടുമോ? നിങ്ങളും അറബിയും തമ്മിൽ കലഹിച്ചാൽ എന്തായിരിക്കും അവിടുത്തെ സ്ഥിതി? നിങ്ങളുടെ പക്കൽ മറ്റൊരു മതഗ്രന്ഥം ഇരുന്നാൽ നിങ്ങൾ അതിൻ്റെ സ്ഥിതി എന്താകും? എയർപോർട്ടുകളിൽ ബൈബിളോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ ഖുറാനോ ഒക്കെ കണ്ടാൽ, ഇതെടുത്ത് ഖുറാൻ ഒഴികെയുള്ള ഏതെങ്കിലും മതഗ്രന്ഥം കണ്ടാൽ വലിച്ചെറിയുന്ന ഒരു അസഹിഷ്ണുത നമ്മൾ കണ്ടിട്ടുണ്ട്. എത്ര പ്രശ്നങ്ങൾ, എന്തെല്ലാം വിഷയങ്ങൾ. പക്ഷെ നിങ്ങൾ ഇസ്രയേലിൽ ഇറങ്ങ്, നിങ്ങളിൽ ഖുറാൻ ഉണ്ടെന്നോർത്ത് അവിടെ പ്രശ്നമില്ല. നിങ്ങൾ മുസ്ലിമാണെന്നോർത്ത് അവിടെ ഇറക്കാതിരിക്കുന്നില്ല. അവരതിനെ നല്ലൊരു ആംഗിളിലാണ് കാണുന്നത്. അങ്ങനെയുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പ് അനിവാര്യമാണ്. കാരണം അത് ജനാധിപത്യത്തിൻ്റെ സ്വാതന്ത്ര്യബോധത്തെ അംഗീകരിക്കുന്നു, മനുഷ്യാവകാശങ്ങളെ അംഗീകരിക്കുന്നു. അതാണ് അതിൻ്റെ പ്രസക്തി. അതല്ലാതെ ഇവിടെ പാലസ്തീനികളെ ഈ രാജ്യം ഏൽപ്പിച്ചാൽ ബാക്കിയുള്ളവൻ്റെ അവസ്ഥ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നമുക്കൊരു ചെറിയ ചോദ്യത്തോടെ ഞാനിത് ഉപസംഹരിക്കാം. ഇപ്പോൾ ഈ രാജ്യം മുഴുവൻ പാലസ്തീനികൾക്ക് ആയി എന്ന് വിചാരിക്കുക. പാലസ്തീനികൾക്ക് സ്വപ്നം കാണാം എന്നുള്ളതല്ലാതെ അങ്ങനെ ഉണ്ടാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പ്. പാലസ്തീനികൾ ഇത് കൈയടക്കി എന്ന് വിചാരിക്കുക. എന്താകും അവിടുത്തെ സ്ഥിതി? അത് മറ്റൊരു സൗദി അറേബ്യയാണ്, അത് മറ്റൊരു മക്കയോ മറ്റൊരു മദീനയോ ആണ്. കാരണം മതത്തിൻ്റെ ഇടുങ്ങിയ കണ്ണിലൂടെ കണ്ടുകൊണ്ട് അൽ-അഖ്സ കേന്ദ്രീകരിച്ച് ഒരു പുതിയ മതരാഷ്ട്രീയം ശക്തിപ്പെടും. അത് മറ്റുള്ള ആളുകൾക്ക് അവിടെ ജീവിക്കാൻ വയ്യാത്ത പരിസ്ഥിതി സംജാതമാകും. അല്ലെങ്കിൽ അവർക്ക് വിനീത വിധേയരായിട്ട് മറ്റു രാജ്യങ്ങളിൽ, അറബി രാജ്യങ്ങളിൽ കാണുന്ന ആ നിലയിൽ ജീവിക്കേണ്ടി വരും. അപ്പോൾ ഈ മതവിശ്വാസം പലപ്പോഴും മനുഷ്യത്വത്തെ ഹനിക്കുന്നെങ്കിൽ, അത് അന്യമത വിദ്വേഷത്തിന് കൂടുതൽ അവസരം സൃഷ്ടിക്കുന്നുവെങ്കിൽ അത്തരം മതങ്ങൾ പരിഷ്കരിക്കപ്പെടണം. ആ മതത്തിൻ്റെ അനുഗാമികൾ പുനർവിചിന്തനത്തിന് തയ്യാറെടുക്കണം. ഏതായാലും ഇസ്രയേൽ എന്നറിയപ്പെടുന്ന ഈ രാഷ്ട്രത്തോട് പക്ഷം ചേരുന്നത്, അതിൻ്റെ നിലപാടുകളിൽ നമ്മൾ അത് ശരി എന്ന് പറയുന്നത് ക്രൈസ്തവൻ എന്ന ബോധത്തിലല്ല. കാരണം
ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യുദ്ധം എന്നുള്ളത് ഒരിക്കലും സ്വീകാര്യമായ ഒന്നല്ല. പഴയ നിയമ യുദ്ധങ്ങളെയും അന്ന് കണ്ട കാര്യങ്ങളെയും ഇന്ന് ഇസ്രയേൽ ചെയ്യുന്ന യുദ്ധത്തെയും നമ്മൾ കാണുന്നത് പൊളിറ്റിക്കലായ ഒരാവശ്യമായി സംഭവിച്ചതാകണം. അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് പോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ക്രൈസ്തവർക്ക് യേശു കർത്താവ് യുദ്ധം പറഞ്ഞില്ല, സമാധാനം മാത്രമാണ് അതിന് പറഞ്ഞത്. ഇനി നമുക്ക് ആ സമാധാനത്തിനുള്ള സന്ധിക്കുമുള്ള ചർച്ചകൾ വഴിമുട്ടി നിന്നാൽ സംഭവിക്കുന്ന മരണമാണെങ്കിലും അതിന് കീഴടങ്ങുക എന്നുള്ള വിധേയത്വത്തിൻ്റെ അനുസരണത്തിൻ്റെ ജയമാണത്. നോക്കണം, കയ്യിൽ ആയുധമേന്തി വരുന്നവൻ്റെ മുമ്പിൽ ആയുധത്തെ വയക്കാനൊന്നും പ്രമാണമില്ല, യുദ്ധത്തെ പേടിക്കാനൊന്നും പ്രമാണമില്ല. പക്ഷേ നമുക്ക് യുദ്ധം അനിവാര്യമല്ല, ആയുധമെടുക്കാൻ പാടില്ല. വാൾ ഉറയിൽ ഇടുന്ന മാർഗം, വാളെടുക്കുന്ന മാർഗമല്ല, അത് ഉറയിൽ ഇടുന്ന മാർഗം. വാളെടുക്കുന്നവൻ വാളാൽ എന്ന് പഠിപ്പിച്ച മാർഗം. എൻ്റെ പിതാവിൻ്റെ രാജ്യം, അവിടുന്ന് വിഭാവനം ചെയ്ത രാജ്യം, അതിങ്ങനെ യുദ്ധം ചെയ്ത് വെട്ടിപ്പിടിക്കേണ്ടതല്ല എന്ന് പഠിപ്പിച്ച മാർഗം. ഈ സമാധാനത്തിൻ്റെ പ്രായോഗിക മണ്ഡലം അത് നമുക്ക് കാട്ടിത്തന്ന ഞാനാണ് ലോകത്തിൻ്റെ സമാധാനം. കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് സമാധാനം എന്നരുളി ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യക്ഷനായ നമ്മോട് സംസാരിച്ച യേശു ക്രിസ്തുവിൻ്റെ അജയ്യവും ഉദാത്തമായ വഴി തേടി നടക്കാൻ, ആ വഴിയിലൂടെ നടന്ന് സത്യത്തെ ഗ്രഹിക്കാൻ, അതിനെ പിൻപറ്റാൻ, ഈ വെളിച്ചത്തെ അനുഗമിപ്പാൻ ഈ വചനം കേൾക്കുന്ന എൻ്റെ ബഹുമാനപ്പെട്ട സഹോദരങ്ങൾക്കെല്ലാം കഴിയട്ടെ. മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുവാൻ ഈ സന്ദേശം പ്രാപ്തമാകട്ടെ. ഈ പരമ്പരകളിലൂടെ ഇത് ശ്രദ്ധിച്ച ഏവർക്കും നന്ദി. അനിവാര്യമെങ്കിൽ നമുക്ക് മറ്റൊരു ഘട്ടത്തിൽ ഈ ഊരിലെ അബ്രഹാമിൻ്റെ യാത്ര മുതൽ ഇവിടെ വരെയുള്ള ചരിത്രത്തിൻ്റെ മറ്റൊരു വിശദീകരണം അടുത്ത് തന്നെ നിർവഹിക്കാം. കർത്താവ് എല്ലാ സഹോദരങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.